എക്സ്ക്യൂസ് മീ, എമർജൻസി എവിടെ? അവന് കുഴപ്പമൊന്നുമില്ല. എടാ അവനെന്ന് വീണു. അത്രേ ഉള്ളൂ. അവിടെ വിളിച്ചപ്പോൾ ഞാൻ പേടിച്ചു പോയി. ചെറിയൊരു ഹെഡ് ഇഞ്ചുറി ഉണ്ട്. അവനിതിവിടെ ഓർമ്മയില്ല. ബോധം വന്നിട്ടില്ലേ? ഒന്ന് വീണല്ലേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല. കുട്ടികളാകുമ്പോൾ വീഴല്ലേ. കരയണ്ട, അവന് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഗൗതമിനെ കണ്ട് സംസാരിച്ചിരുന്നു. അവന് സ്കാനിങ്ങിന് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ. ഈ ഇൻസിഡന്റ് നടക്കുമ്പോൾ അരവിന്ദ് എവിടെയായിരുന്നു? ഞാൻ ഓഫീസിലായിരുന്നു. വേറെ യു വർക്കിംഗ്? ഞാൻ മീഡിയ ടേണിൻ്റെ ക്രിയേറ്റീവ് ഹെഡാണ്. സ്ലിപ്പർ ഇട്ടിട്ടാണ് ഓഫീസിൽ പോവാറ്? അത് ഞാൻ ഓഫീസിൽ നിന്ന് വീട്ടിൽ പോയിട്ടാണ് വരുന്നത്. എവിടെ വെച്ച് സംഭവം അറിഞ്ഞത്? വീട്ടിൽ വെച്ച് മൊബൈൽ ഓൺ ചെയ്തപ്പോഴാണ് കവിതയുടെ മെസ്സേജസ് കാണുന്നത്. അപ്പോഴാണ്. അപ്പോൾ അരവിന്ദൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. വൈ സോ? അത് ഓഫീസിലെ ചെറിയ ഇഷ്യൂസ്. പിന്നെ മൊബൈലും ചാർജ് ഇല്ലായിരുന്നു. ഓഫീസിൽ എന്താ ഇഷ്യൂസ്? ഞാനിവിടെ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, മീറ്റ് ദ ലെജൻഡ്. ഒരു മിനിറ്റ്. ഇതിപ്പോൾ 1-2 തവണയായി. പ്രൈം ടൈമിൽ പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രോഗ്രാമിൻ്റെ ടൈമിംഗ് മാറ്റുമ്പോൾ അറ്റ്ലീസ്റ്റ് എൻ്റെ അടുത്തൊന്ന് ഡിസ്കസ് ചെയ്യണ്ടേ? അരവിന്ദ്, ഈ ടൈപ്പ് ബുദ്ധിജീവി പരിപാടികൾക്കൊന്നും ഇപ്പോൾ റേറ്റിംഗ് ഇല്ലടോ. അതുമല്ല, എന്തൊരു ബോറൻ പേരാടോ, മീറ്റ് ദ ലെജൻഡ്. തനിക്ക് തോന്നിയില്ലേ? ഇവിടെ ഒട്ടുമിക്ക പ്രോഗ്രാമിൻ്റെ പേരിട്ടുള്ളത് ഞാനാണ്. അന്നൊന്നും ആർക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പ്രതാപ് വന്നതിന് ശേഷമാണ് ഇതൊക്കെ പ്രശ്നമായി. പ്രതാപ്, ആക്ച്വലി ഞാനാണോ ഇഷ്യൂ അതോ എൻ്റെ പ്രോഗ്രാമാണോ ഇഷ്യൂ? അയ്യോ, അതിന് എൻ്റെ ചാനലൊന്നുമല്ല അരവിന്ദ്. കാശ് മുടക്കുന്നവർക്കുണ്ടാവില്ല ചില തീരുമാനങ്ങളൊക്കെ, നമ്മളത് മാനിക്കണ്ടേ? അതുമല്ല, ചില സമയത്ത് ഈ എക്സ്പീരിയൻസ് ഒരു ബാധ്യത. പുതിയ പുതിയ പിള്ളേരൊക്കെ വന്നുകൊണ്ടിരിക്കുക. പറഞ്ഞതേ ഉള്ളൂ. അരവിന്ദൻ്റെ ബോസില്ലേ പ്രതാപ്? ഗിവ് മീ ഹിസ് നമ്പർ. $85,890. 85,890. 1 second. സോറി, പറഞ്ഞു. 85,890. 890. 83. 83. 666. 666. I couldn't get him. Madam. Details എടുത്തു. കുട്ടിയുടെ ക്ലിനിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പിയാണ്. അന്ന് അന്വേഷിച്ചു. ശരി. ശരത്. യെസ് മാം. എളുപ്പം വേണം. അരവിന്ദ് മദ്യപിച്ചിട്ടുണ്ടോ? ഞാൻ ഓഫീസിൽ നിന്ന് ക്ലബ്ബിൽ പോയിരുന്നു. ഡെയിലി ഉണ്ടോ? ഇല്ല, വല്ലപ്പോഴും. യാ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓഫീസിൽ പ്രഷർ, പിന്നെ ഫാമിലി ഇഷ്യൂസ് അല്ലേ? ഫാമിലി ഇഷ്യൂസോ? എന്ത് ഫാമിലി ഇഷ്യൂസ്?
സോറി അരവിന്ദ്, ഇങ്ങനെ ഒരു കേസ് ആയതുകൊണ്ട് ഐ എം സോറി. പോകാം. അപ്പൊ അതാണ് ഈ ജനാർദ്ദനൻ ഡോക്ടർ ഇവിടെ നിന്ന് പോകാൻ കാരണം. പിന്നെ അല്ലാതെ ഇവിടെയൊക്കെ കാശിന്റെ കളിയല്ലേ സാറേ. ഡോക്ടർമാർക്ക് ശമ്പളം കുറഞ്ഞാൽ വേറെ ഹോസ്പിറ്റലിൽ പോവാം, സിസ്റ്റർമാർക്ക് സമരം ചെയ്യാം. നമ്മളെ കാര്യോ ഒരു പുരോഗതി ഇല്ല സാറേ. നമ്മള് യൂണിഫോം ഇട്ടവരുടെ ഗതി ഇത് തന്നെയാ. പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സിഗരറ്റ് തന്നെ. ഇല്ല സാറേ, സിഗരറ്റ് പോലും ഇല്ല. പോലീസുകാരോട് കള്ളം പറയരുത്. ഞാൻ കണ്ടാ പോക്കറ്റില്ല. ഇനി തന്നെ വരണം. സോറി. തീപ്പെട്ടിയില്ലേ? പക്ഷേ ഇവിടെ എല്ലാ സ്ഥലത്തും ഡേവിസിന്റെ കണ്ണിന്ന് പറ്റും ഇല്ലേ? നമ്മൾ അറിയാതെ ഇവിടെ ഒന്നും നടക്കൂല സാറേ. ഈ ഡോക്ടർ ഗൗതം അങ്ങനെ ഉണ്ട്? അയാളൊരു പഞ്ചപാവാ സാറേ. എന്നാലും ചെറിയ ചുറ്റികളൊക്കെ ഉണ്ട്. അത് ഈ പ്രായത്തിലല്ലേ നടക്കുള്ളൂ. വേണ്ട സാറേ, ഞാൻ ഇവിടെ നോക്കാം. ഇരിക്കണോ? ഓ, എവിടെയാ ഡേവിസിന്റെ വീട്? കോഴിക്കോടാണ് സാറേ. ഭാഷ കേട്ടപ്പോ തോന്നി കോഴിക്കോട്. എവിടെ? കോഴിക്കോട് വെസ്റ്റിൽ. വെസ്റ്റിൽ എനിക്കറിയാലോ. അവിടെ എവിടെ? പോസ്റ്റ് ഓഫീസിന്റെ ബാക്കിലായി വരും. ഓ, ഈ സോണി സിസ്റ്റർ എങ്ങനെ ഉണ്ട്? ഓ, അതൊരു പിടി കിട്ടാത്ത കേസാണ് സാറേ. കല്യാണം കഴിച്ചില്ല, ഒരു കഥയാ. എനിക്കും അത് തോന്നി. ഇന്ന് തന്നെ കണ്ടില്ല ആ കൊച്ചിന്റെ കേസ് കുളവാക്കിയത്? അത് സാറ് പറഞ്ഞു. ഇവിടെ എല്ലാവരും അറിഞ്ഞു. ഡേവിസ് എങ്ങനെ അറിഞ്ഞേ? ഞാൻ ആ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന നേരത്തെ ഡോക്ടർ സിസ്റ്റർ കൂടി ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടു. അവരങ്ങനെ ചെയ്യില്ല സോണി. എനിക്ക് വർഷങ്ങളായിട്ട് അറിയുന്ന അരവിന്ദിനെ കവിത അങ്ങനെ കുട്ടികളെ അടിച്ചു വളർത്തുന്ന ടൈപ്പ് അല്ല അവർ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഇത് തന്നെയാണ് എന്റെ സംശയം. നിങ്ങൾ എല്ലാവരും കൂടെ ഇത് ബെറി ചെയ്യും. സോണി പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. ഇത് കണ്ടോ എന്റെ പപ്പ ചെയ്തത്? ഞാൻ പിന്നെ അത് ആരോടും പറയാൻ പോയില്ല സാറേ. അത് നന്നായി. സോണി സെയിം കൺസേണിനോട് പറഞ്ഞിരുന്നു. ഡോക്ടർക്കും അങ്ങനെ തോന്നിയോ? അതപ്പോ കൺഫേം ചെയ്യൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. ബിക്കോസ് ടേഴ്സ് നീ വീണാലും ഈ സെയിം മൂഡ്സ് ഒക്കെ ഉണ്ടാവാം. പിന്നെ അപ്പോഴത്തെ കൺസേൺ ഇതല്ലല്ലോ, കുട്ടിയുടെ ജീവനല്ലേ. സോ യു ഡിഡ്ന്റ് ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്? യെസ് ഐ ഡിഡ്. തനിക്ക് ഈ കുട്ടിയുടെ പാരൻസിനെ എങ്ങനെ പരിചയം? അരവിന്ദൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. ദ ഫാമിലി ഈസ് വെരി ക്ലോസ് ടു മീ. എന്ത് പറ്റി ഡോക്ടർ? ഹേ നത്തിങ്. എനി ഇഷ്യൂ? ക്യാൻ ടെൽ മീ. സോണി ഹാഡ് എ ഡൗട്ട്. ഒരു ചൈൽഡ് അബ്യൂസിൻ്റെ പോസിബിലിറ്റി ഉണ്ടോ? കുട്ടിയുടെ ശരീരത്തിലെ മാർക്സ് എല്ലാം കണ്ടപ്പോൾ ഇവൻ ഐ ഓൾസോ ഗോട്ട് കൺഫ്യൂസ് ഫോർ എ മൊമെന്റ്. നോ വേ ഡോക്ടർ. എനിക്ക് ഈ ഫാമിലി നന്നായിട്ട് അറിയാം. വി ആർ വെരി ക്ലോസ് ഫ്രണ്ട്സ്. ഞാൻ മിക്ക ദിവസവും അരവിന്ദൻ്റെ വീട്ടിൽ പോകാറുണ്ട്. ഐ ഹവ് നെവർ സീൻ സച്ച് എ സിറ്റുവേഷൻ. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് ഞങ്ങളെല്ലാം പറയാം അരവിന്ദ കുട്ടികളെ കൊഞ്ചിച്ച് വഷളാക്കുന്നതാണ്. എനിവേ യു ചെക്ക് ഇറ്റ്. നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ? അശ്വിന് ചിലപ്പോൾ ഒരു സർജറി വേണ്ടി വരും. ഇൻഷുറൻസ് ഫോർമാലിറ്റീസ് വല്ലോണ്ട് ഇനിഷ്യേറ്റീവ് എടുത്തോളൂ. ഓക്കെ. കുട്ടിയുടെ ഫാദർ ഈസ് ഓൺ ഹിസ് വേ. ഡോക്ടർ ഗൗതം അത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞപ്പോൾ ഞാൻ അത്ര കാര്യമാക്കിയില്ല. ഡോക്ടർ ഒരു കോളുണ്ട്. ആരാ? അഡ്വക്കേറ്റ് പ്രകാശ്. പിന്നെ വിളിച്ചോളാന്ന് പറഞ്ഞു. ആ കുട്ടിയുടെ പേരൻസിനോട് ഇതേപ്പറ്റി ഒന്നും സംസാരിച്ചില്ലേ? സംസാരിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ബാക്ക് ടു ബാക്ക് സർജറീസ്. സോ വെൻ ഡിഡ് ദിസ് ആക്ച്വലി ഹാപ്പൻ? ഞാൻ ഓട്ടിയിലായിരുന്നു. സോണി എന്നെ വിവരം അറിയിച്ചത്. ഒന്ന് പെട്ടെന്ന് വരൂ പ്ലീസ്.
Start Ferndoin infusion. Saturation is 50. The patient is turning to eat. Make DC ready. Okay. Three, two, one. All clear. CPR. 1, 2, 3, 4, 5, 6. Load adrenaline. 9, 10, 11, 12, 13, Clear. 14, 15. Doctor, saturation is still dropping. AC stop. Gautam, Achu, Go in. Achu, മോളെയുണ്ട്. Achu, Achu. കിച്ച അവനെ വിളിക്ക് കിച്ച അച്ചു കിച്ച പ്ലീസ് ഒന്നുമില്ലടാ മോനെ കിച്ച ഒന്ന് വിളിക്ക് കിച്ച ഇത് ചെയ്യാൻ പറ്റില്ലേ? ഡോക്ടർക്ക് എന്ത് തോന്നുന്നു? ഇസ് ദർ എനി പോസിബിലിറ്റി ഓഫ് ചൈൽഡ് അബ്യൂസ്? അങ്ങനെ ചോദിച്ചാൽ ഐ എം നോട്ട് ഷുവർ. മേ ബി. ആ കുട്ടിയുടെ അവസ്ഥ എന്താ? മാഡം കുറച്ച് നേരത്തെ ഒരു ഫോൺ കോൾ വന്നിരുന്നു. ഏഷ്യ വെൽകെയർ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിച്ചത്. ഒരു ചൈൽഡ് അബ്യൂസ് കേസ് അഡ്മിറ്റ് ആയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ അന്നേരമേ എന്തോ ഒരു വശവശത എനിക്ക് തോന്നി. ഡോക്ടർ കേസ് ഷീറ്റ് തരുന്നതിൽ വിരോധമൊന്നുമില്ല മാഡം, പക്ഷെ അതിന് കുറച്ച് ഫോർമാലിറ്റീസ് അറിയാം. താമസിക്കുന്ന സെയിം അപ്പാർട്ട്മെന്റാണ്. അത് ഓഫീസിൽ ചെറിയ ഇഷ്യൂസ്. ആ കുട്ടി സ്റ്റെപ്പ് വീണതാ മാഡം. മാഡം, കുട്ടി മരിച്ചു അറൗണ്ട് 9 PM. വേണ്ട, കവർ ഇടണ്ട, ഇപ്പൊ കഴിക്കാൻ. വെള്ളം അവിടെ ഉണ്ട്. അവിടെ ഞാൻ ഇല്ല സർ,
ആ കുട്ടിയുടെ അമ്മ എപ്പോഴും അൺകോൺഷ്യസ് ആണ്. What do you think? Is there a case in hand? യാ, ഐ സ്മെൽ സംതിങ് ഫിഷി. പക്ഷെ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാനുണ്ട്. Do one thing. Call Dr. Faris. Let him have a look. അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ അനുസരിച്ച് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് പ്ലാൻ ചെയ്യാം. ഓക്കെ സർ. Do you want me to call him? നോ സർ, ഞാൻ വിളിച്ചോളാം. പിന്നെ മീഡിയ അറിഞ്ഞ കേസ് പൊളിയും. So you need to conclude it soon. ഐ അണ്ടർസ്റ്റാൻഡ് സർ. Okay? ഓക്കെ സർ. ആ ശരത്, പോലീസ് സർജൻ ഇല്ലേ ഡോക്ടർ ഫാരിസ്, ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയണം. ആൻഡ് ടെൽ ഹിം ഇറ്റ്സ് അർജന്റ്. നമ്പർ ഇല്ലേ? ഞാൻ കളക്ട് ചെയ്യാം. ഒരു കാരണവശാലും മീഡിയ ഈ സംഭവം അറിയരുത്. ഹോസ്പിറ്റൽ അതോറിറ്റീസിന് സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മാഡം. പിന്നെ ചൈൽഡ് ലൈനിൽ അറിയിക്കണ്ടേ? വരട്ടെ, ആദ്യം ഡോക്ടർ ഫാരിസിന്റെ ഫൈൻഡിങ്സ് എന്താ നോക്കാം. മിസ്റ്റർ പ്രതാപ്, ദിസ് ഇസ് ACP ലത സിദ്ധാർത്ഥ്. ഐ നീഡ് എ ഹെൽപ്പ് ഫ്രം യു. ഓഫീസിലുണ്ടോ? ഓക്കെ ഗുഡ്, മൈ ടീം വിൽ ബി ദേർ സൂൺ. ഇന്ന് നൈറ്റ് പെട്രോളിംഗ് ആരാളുണ്ട്? SI ഷിൻഡോ ഉണ്ട് മാഡം. യെസ് മാം. സൗത്തിൽ പെട്രോളിംഗ് ആണല്ലോ മാഡം. ഓക്കെ മാം, ഇപ്പം തന്നെ പോകും. വാട്സപ്പിൽ അയച്ചാൽ മതി. അന്വേഷിക്കാം മാം. മേഡം, ഫാരിസ് സാറിനെ വിളിച്ചായിരുന്നു. സാർ 6 മണിക്കൂറിലെത്തും. ഓക്കെ ഗുഡ്. ആളിവിടെ എത്തുന്നതിന് മുമ്പ് ഹോസ്പിറ്റൽ ഫോർമാലിറ്റീസ് എല്ലാം തീർക്കണം. ഓക്കെ മാഡം, ഞാൻ കുമാർ സാറുമായിട്ട് സംസാരിക്കാം. ഓക്കെ. മാഡം, എനിക്ക് മനസ്സിലാവാത്തത് ഇതൊരു ചൈൽഡ് അബ്യൂസ് കേസാണെന്നുള്ളത് സോണി സിസ്റ്ററിന് അറിയാമായിരുന്നു. പക്ഷേ അവർ നമ്മളോടത് പറഞ്ഞില്ല. സാറേ, നമ്മുടെ സ്റ്റേഷനിൽ വിളിച്ചത് അവർ തന്നെ ആയിരിക്കും. അതുറപ്പല്ലേ? അവർ എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ട്. നമുക്കൊന്ന് അവരെ നന്നായിട്ട് കുടഞ്ഞാലോ? സോണി എന്തിനാ ഞങ്ങളോട് കള്ളം പറഞ്ഞത്? നിങ്ങളല്ലേ സ്റ്റേഷനിലേക്ക് വിളിച്ചേ? ആ മൊബൈൽ ഫോൺ തരൂ. പാറ്റേൺ. ഇനി പറ, എന്തിനാ ഞങ്ങളോട് കള്ളം പറഞ്ഞത്? മാഡം, പേഷ്യൻറ്റിൻ്റെ ദേഹത്തുണ്ടായിരുന്ന പാടുകൾ കണ്ടിട്ട് എനിക്കത് ചൈൽഡ് അബ്യൂസ് ആയിട്ട് തോന്നി. അതാ പോലീസിൽ വിളിച്ചത്. പക്ഷേ പിന്നെ അശോക് ഡോക്ടറോടും ഗൗതം ഡോക്ടറോടും സംസാരിച്ചപ്പോൾ എനിക്ക് പറ്റിയ തെറ്റാന്ന് മനസ്സിലായി. ഇതെന്താ ഞങ്ങളോട് മുമ്പ് പറയാതിരുന്നേ? അത് ആ സമയത്ത് നിങ്ങൾ കുമാർ സാറിൻ്റെ കൂടെ ആയതുകൊണ്ട്. ഈ കേസ് കവറപ്പ് ചെയ്യാൻ സോണിക്ക് അവരെ എത്ര ഓഫർ ചെയ്തു? അയ്യോ മാഡം, അങ്ങനെയൊന്നുമില്ല. എനിക്കൊരു സംശയം തോന്നി, ഞാൻ പോലീസിൽ വിളിച്ചു, അത്രേ ഉള്ളൂ. പ്ലീസ് ബിലീവ് മീ. സോണിക്ക് കള്ളം പറയാൻ തീരെ അറിയില്ലല്ലേ? സാർ, ഞാൻ ഡോക്ടർ ഗൗതമിന്റെ പഞ്ചിങ് ഡീറ്റെയിൽസ് നോക്കുമായിരുന്നു. ഡോക്ടർ വീട്ടിലേക്ക് പോയത് എപ്പോഴാ? 5:30. അപ്പൊ അയാൾ തന്ന മൊഴിയുമായിട്ട് അത് മാച്ചിങ് ആണ് അല്ലേ? അതെ സാർ, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഒരു 2 മണിക്കൂർ, അതായത് 2:30 തൊട്ട് 4:30 വരെ അയാൾ ഹോസ്പിറ്റലിൽ പുറത്തു പോയിട്ട് വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല. സംഭവം നടന്നത് 6 മണിക്ക് ശേഷമായിരിക്കാനാണ് സാധ്യത. എന്തായാലും ഒരു കാര്യം ചെയ്യും, അയാളുടെ ഒരാഴ്ചത്തെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്ത് വെച്ചേക്ക്. ഓക്കെ സാർ, ഞാൻ എടുക്കാം. ആവശ്യം വരികയാണെങ്കിൽ പിന്നെ ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് താൻ ആ സോണി സിസ്റ്ററിനോട് മയത്തിലൊന്ന് സംസാരിച്ചു നോക്ക്. നല്ല ലീഡും കിട്ടിയാലോ? അതെ, സംസാരിക്കാം. ശരിയെന്നാ. ശരി, ഞാൻ വിളിക്കാം. എനിക്ക് ഡോക്ടർ ഗൗതമിന്റെ ഒരാഴ്ചത്തെ പഞ്ചിങ് ഡീറ്റെയിൽസ് വേണം.